ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 12-ാമത്തെ ശ്ലോകം. നത്വേവാഹം ജാതുനാസം നത്വന്യമേ ജനാതിപാഹ നചൈവ ന ഭവിഷ്യാമ സർവേ ഭയമതപരം. നീയും ഞാനും ഈ രാജാക്കന്മാരും ഒരിക്കലും ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല, എന്നും ഉണ്ടായിരുന്നു, ഇനി മേലിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അർജുനനെ ബാധിച്ചിരിക്കുന്ന ദുഃഖം ഇത്രയും അധികം ആളുകളെ കൊല്ലേണ്ടി വരുമല്ലോ എന്നതായിരുന്നു. ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാതെ അർജുനന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ശ്രീകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. അത്രയ്ക്കും ഭയങ്കരമായ തീവ്ര ദുഃഖമാണ് അർജുനനെ പിടിപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്മജ്ഞാനം മാത്രമാണ് അർജുനൻ്റെ ദുഃഖത്തിനുള്ള ഒരേ ഒരു പരിഹാരം. ആത്മാവിനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ലഭിച്ചാൽ അർജുനൻ്റെ ദുഃഖം മാറുമെന്നും അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകുമെന്നും കൃഷ്ണൻ തിരിച്ചറിഞ്ഞ് അർജുനന് ആത്മോപദേശം നൽകാൻ പോവുകയാണ്. കൃഷ്ണൻ അർജുനനോട് പറയുന്നു, അർജുന, നീയും ഞാനും ഈ രാജാക്കന്മാരും എന്നും ഇവിടെ ഉണ്ടായിരുന്നു, ഇനി അങ്ങ് നശിച്ചു പോകും, ഇല്ലാതാകും എന്നൊക്കെ നീ ചിന്തിക്കുന്നുവെങ്കിൽ അതെല്ലാം വെറും ഭ്രമമാണ് അർജുന. ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല, ശരീരം മാത്രമാണ് നശിക്കുന്നത്. ആത്മാവ് നിത്യവും മുക്തവും ശാശ്വതവുമാണ്. അതുകൊണ്ട് ആത്മാവിനെക്കുറിച്ച് ഓർത്ത് ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദേഹാഭിമാനം നിമിത്തം അഥവാ അജ്ഞാനം നിമിത്തം ഓരോ ജീവനുമുള്ള അനുഭവം ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്നതാണ്. അത് വെറും ഭ്രമം മാത്രമാണ്. അതെല്ലാം ജീവാത്മഭാവത്തിലുള്ള തോന്നലുകൾ മാത്രമാണ്. ആത്മാവിന് മാറ്റമില്ല, അത് അനന്തമാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ആരംഭമോ അവസാനമോ ഇല്ല. ജീവാത്മഭാവത്തിലുള്ള ഒരു തോന്നലാണ് ജനിക്കുന്നു മരിക്കുന്നു എന്നതെല്ലാം. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഒരു ശരീരം നശിക്കുമ്പോൾ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു, അതും ഒരു തോന്നൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആത്മാവ് അനന്തമാണ്, സർവവ്യാപിയാണ്. അത് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല. ജീവൻ്റെ ഭ്രമം മാത്രമാണ് ജനിക്കുന്നു മരിക്കുന്നു എന്നതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, അർജുന, നീയും ഞാനും ഈ രാജാക്കന്മാരും ഇവിടുന്ന് മരിച്ചിനി ഇല്ലാതായി തീരുമെന്നോ അല്ലെങ്കിൽ ശൂന്യതയിലേക്ക് ലയിക്കുമെന്നോ എന്നതെല്ലാം നിന്റെ ഭ്രമം മാത്രമാണ് അർജുന. ആത്മാവിന് ഒരു തരത്തിലുള്ള നാശവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നീ ആത്മാവിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ ശരീരമാണ് എല്ലാവരും, അതുകൊണ്ട് ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാവരും നശിക്കും എന്ന ദുഃഖമാണ് നിന്നെ പിടിപെട്ടിരിക്കുന്നത് എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. ആത്മാവിന് ഒരു നാശവുമില്ല എന്ന തത്വജ്ഞാനം അർജുനന് കൊടുക്കുകയാണ്. അർജുനനെ ബാധിച്ചിരിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് ശരീരതലത്തിലുള്ളതാണ്. നീ ശരീരമല്ല, ആത്മാവാണ് എന്ന ആത്മജ്ഞാനം അർജുനന് നൽകാൻ പോവുകയാണ് കൃഷ്ണൻ. ഇനി ഓരോ ശ്ലോകത്തിലും ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ളത് നമുക്ക് കൂടുതൽ അറിയുവാൻ സാധിക്കും.